السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله محمد وعلى آله وصحبه والفائزين برضا الله. أما بعد فاتقوا الله عباد الله. عن ابن عباس رضي الله عنه أن رجلا قال. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറയുകയാണ്, ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്ന ഉമ്മി തൂഫിയത്ത് വലം തൂസി, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, വസിയത്തുകളൊന്നും ചെയ്തിട്ടില്ല. ചില റിപ്പോർട്ടുകളിൽ വരുന്നത് ഉഫ്തുലിത്തത്തി എന്നാണ്. ഉഫ്തുലിത്തത്തി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ ഒരു വസിയത്ത് നൽകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനോ ഒന്നും അവസരമില്ലാത്ത നിലക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന അപ്രതീക്ഷിതമായ മരണം അങ്ങനെ സംഭവിച്ചു. വലം തൂസി, അപ്പോൾ വസിയത്തുകളൊന്നും നൽകിയിട്ടില്ല. അഫ യൻഫഉഹ അൻ അതസദ്ദഖ അൻഹ, ആ ഉമ്മാക്ക് വേണ്ടി ഞാൻ സ്വതക്ക നൽകിയാൽ അത് ഉപകാരപ്പെടുമോ, ഉമ്മാക്ക് അത് ഉപകാരപ്പെടുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഉപകാരപ്പെടും. അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം, മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു വ്യക്തി അവരുടെ മരണശേഷം സ്വതക്ക നൽകുകയാണെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെടും എന്നാണ്. ഇവിടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ വിഷയം സ്വഹാബത്തിൻ്റെ ദീനിനോടുള്ള താല്പര്യമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് സംശയമുണ്ടാകുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് അത് ഉറപ്പുവരുത്തിയിട്ടേ അവർ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. മതപരമായ കാര്യങ്ങളിൽ നമുക്കും ഒരു സംശയം തോന്നുമ്പോൾ ആ സംശയം തോന്നുന്ന കാര്യം ഇപ്പോൾ അത് അങ്ങനെ ചെയ്യാം, അത് ബാക്കി നമുക്ക് പിന്നീട് അന്വേഷിച്ചറിയാം എന്നൊരു ഒരു ചിന്താഗതി ഒരിക്കലും വരാൻ പാടില്ല. കാരണം മതപരമായി ചെയ്യുന്ന കാര്യങ്ങൾ പ്രമാണത്തിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അവർക്ക് ചോദിച്ചാൽ അവർക്ക് ഉത്തരവും ലഭിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്നു, എന്നിട്ട് അവർ നന്മകളിൽ മുന്നേറുകയും ചെയ്യുന്നു. ഫത്ഹുൽ ബാരിയിൽ കാണാൻ സാധിക്കും, വഫീഹി മാ കാന സ്വഹാബത്തു അലൈഹി മിൻ ഇസ്തിശാറത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഉമൂരിദ്ദീൻ, മതവിഷയങ്ങളിൽ സ്വഹാബികൾ നബിയോട് മശ്വറ, അഭിപ്രായം, ഈ മസ്അലകൾ അവർ ചോദിച്ചതിനെ കുറിച്ച് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ അവർ മുന്നിട്ടിറങ്ങി എന്നുള്ളതും ഈ ഹദീസിലുണ്ട്. വഫീഹി അസ്സുആലു അനി തഹമ്മുലി വൽ മുസാറഅതി ഇലാ അമലിൽ ബിദ്ദി വൽ മുബാദറ ഇലാ ബിദ്ദിൽ വാലിദൈൻ, സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി അവർ സഹിക്കുന്ന ത്യാഗവും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പുണ്യം ചെയ്യാൻ അവർ മത്സരിച്ച് മുന്നിട്ടിറങ്ങിയതും. അപ്പൊ അത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയും ചെയ്തു. അവർക്കത് താല്പര്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും നല്ല സ്വഭാവങ്ങൾ ഉള്ളവരായിരുന്നു സ്വഹാബികൾ. അതുപോലെ തന്നെ ചില സ്വതക്കകൾ അത് ഗോപ്യമാക്കുന്നതിനേക്കാൾ നല്ലത് അത് പ്രകടമാക്കലാണ് എന്നും ഈ ഹദീസിലുണ്ട്. കാരണം ആരും അറിയാതെ രഹസ്യമായി അങ്ങനെ ഒരു കർമ്മം ചെയ്യാതെ അവർ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ആ വിഷയത്തെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന ചില സൽക്കർമ്മങ്ങൾ, അത് സ്വതക്ക പോലെയുള്ള കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കുവാനും മറ്റുള്ളവർക്ക് കൂടി പഠിക്കുവാനും വേണ്ടി അത് പ്രകടമാക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അപ്പോൾ ഏതായാലും ഒരു വ്യക്തി തൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ നിലക്ക് സ്വതക്ക ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെടും. മാതാപിതാക്കളുടെ മരണശേഷം മക്കൾ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള അവരുടെ ബാധ്യതകളിൽപ്പെട്ട പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ സ്വതക്ക എന്നുള്ളത്. അതായത് മരണശേഷം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താം, പ്രാർത്ഥന നടത്താം എന്നൊക്കെ നമ്മൾ ഹദീസിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ മാതാപിതാക്കളുടെ മരണശേഷം മക്കൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ് സ്വതക്ക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്ത് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.